ഹായ് ഹലോ നമ്മളിന്ന് കുറേ പുതിയ പ്ലാൻസിൻ്റെ കോംബോ ഓഫറാണ് പരിചയപ്പെടുത്തുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ കോംബോ ഓഫറാണ് ലില്ലിയം പ്ലാന്റ്സ് കേട്ടോ. എന്ത് സുന്ദരിയാದ പ്ലാന്റ്സ് ആണെന്നറിയാമോ ഈ ലില്ലിയം വെറൈറ്റീസ്? ഇത് കണ്ടില്ലേ, ഒരുപാട് പൂക്കളും മുട്ടുകളുമായിട്ട് കാണാൻ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ലില്ലിയം വെറൈറ്റീസ്. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് കേട്ടോ. ഈ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കളറിൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. പൂക്കളൊക്കെ പോയി കഴിയുമ്പോൾ പ്ലാന്റ് അങ്ങ് നാശമായി പോകും. നാശമായാലും ഒട്ടും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഇത് ബൾബ് വഴി ഗ്രോത്ത് ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൾബ് നിങ്ങളുടെ പോട്ടി മിക്സിൻ്റെ അടിയിലുണ്ടാവും. അടുത്ത സീസൺ ആകുമ്പോൾ അതിൽ നിന്ന് ആ ഒരു കിഴങ്ങിൽ നിന്ന് നല്ല ഉഷാറ് തൈകൾ വീണ്ടും കയറി വരും കേട്ടോ. അപ്പോൾ ലില്ലിയം പ്ലാന്റ്സിൻ്റെ നല്ല ഗോൾഡും അതുപോലെ തന്നെ വൈറ്റ് കളറും കൂടി ആയിട്ടുള്ള രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. വൈറ്റും അതുപോലെ തന്നെ മഞ്ഞ കളറും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഇതിൽ മൊട്ടുകളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഇതൊക്കെ മൊട്ടായി തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ലില്ലിയം വെറൈറ്റീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. രണ്ട് ലില്ലിയം പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. ഇനി അടുത്ത കോംബോ നോക്കാവേ. ഇതാണ് അടുത്ത കോംബോ വരുന്നത്. കലാഞ്ചിയോ പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ. കലാഞ്ചിയത്തിൻ്റെ നമുക്ക് 4 വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. ഈ ഒരു ബേബി പിങ്ക് കളറ്, അതുപോലെ തന്നെ ഒരു ഡാർക്ക് റെഡ്, അതുപോലെ ഡാർക്ക് റോസ് കളറ്, പിന്നെ ഒരു യെല്ലോ കളറ്. ഇതെല്ലാം നമുക്ക് ഡബിൾ പെറ്റൽസ് ആയിട്ട് ഒരുപാട് അല്ലികളൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് തരുന്നത്. എല്ലാത്തിനും പൂക്കളോട് കൂടി തന്നെ നിങ്ങൾക്ക് തരുള്ളൂ കേട്ടോ. പൂക്കളില്ലാതെ നമ്മൾ ഒറ്റ പ്ലാന്റ്സും തരില്ല. പൂക്കളോട് കൂടി മൊട്ടോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. ഇത് നമ്മുടെ ഒരു മൂന്നാമത്തെ വെറൈറ്റിയാണ് കേട്ടോ. കലാഞ്ചിയോ മൊത്തത്തിൽ നമുക്ക് 4 വെറൈറ്റീസ് ഇത്തവണ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ. അപ്പോൾ കലാഞ്ചിയോ പ്ലാന്റ്സ് ഇതുപോലെ ഒരു പോട്ടിലൊക്കെ നിർത്തിയിട്ട് നമുക്ക് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇത് ഈ പൂക്കളൊക്കെ പോയി കഴിയുമ്പം ഇതിൻ്റെ ഈ പൂവ് വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ചെറിയ തൈകൾ വന്നിട്ട് അതിൽ ഒരുപാട് പൂക്കൾ വരിക. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നാടൻ വെറൈറ്റി അല്ല, ഇതെല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. അധികം വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. വെള്ളം അധികവും കൊടുത്താൽ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളപ്പോൾ ഇതാ നന്നായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആണ് കലാഞ്ചിയോ പ്ലാന്റ്സ്. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. ഇതുപോലെ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് ഒരുപാട് തൈകൾ പിടിപ്പിച്ചാൽ കാണാൻ അത്രയ്ക്ക് ഭംഗിയായിരിക്കുമേ. അപ്പം നമ്മൾ തരുന്ന കലാഞ്ചിയോ പ്ലാന്റ്സ് നമ്മൾ എല്ലാ ഫ്ലവറോട് കൂടി അല്ലെങ്കിൽ മൊട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത്. ഇത് നമ്മളൊരു കസ്റ്റമറിനെ അയച്ചു കൊടുത്തിട്ട് അവർക്ക് കൈ കിട്ടിയപ്പോഴുള്ള പ്ലാന്റ് ആണ്. ഇതാണ് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ മൊട്ടും പൂക്കളോടും കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. 4 വെറൈറ്റി പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 420 രൂപയാണ് കേട്ടോ. 420 രൂപയ്ക്ക് അടിപൊളി പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റും. അടുത്തത് ക്ലിയോഡെൻഡ്രം അഥവാ വെള്ളക്കണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാവോ പൂക്കൾ കാണാൻ വേണ്ടി. അപ്പോൾ ഇതൊരു ചെറിയൊരു പൂച്ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പൂമരം തന്നെ തീർക്കാൻ പറ്റും. ഒത്തിരി ഭംഗിയിൽ വെള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. കണിക്കൊന്ന പ്ലാന്റുമായിട്ട് നല്ലൊരു സാമ്യം വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ക്ലിയോഡെൻഡ്രം എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിൻ്റെ കണ്ടില്ലേ, ഇതുപോലെ പൂക്കളായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. ഒറ്റ ഒരു പ്ലാന്റ് തന്നെ 4-5 പൂങ്കുലകൾ കാണാൻ പറ്റുമേ. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിലായിരിക്കും ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറും മൊട്ടും ഒക്കെ ആയിട്ട് വരുന്നത്. ഒരു ചെറിയ പ്ലാന്റിൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം എത്രത്തോളം അതിൽ പൂക്കൾ വിരിയുന്നല്ലേ. അപ്പോൾ ഇതാ നമ്മൾ തരുന്നതും ഇതേ സൈസുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 190 രൂപയാണ് കേട്ടോ. 190 രൂപയ്ക്ക് ഇതുപോലെ പൂക്കളോട് കൂടിയിട്ടുള്ള ഈ ഒരു കുഞ്ഞു പൂമരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി ഇത് കുഞ്ഞു പൂമരം വാങ്ങാൻ സാമ്പത്തികമായിട്ട് പറ്റുന്നില്ല എങ്കിൽ ഇതുപോലത്തെ നല്ല ഉശിരായിട്ടുള്ള തൈകളും നമുക്ക് അവൈലബിൾ ആണ്. ഇത് കണ്ടില്ലേ, ബുഷായിട്ട് പൂക്കളൊക്കെ ആകാനായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് 110 രൂപ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ പ്ലാന്റിൻ്റെ സൈസ്, അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. അടുത്തത് ഒത്തിരി സ്മെല്ല് തരുന്ന നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി കേട്ടോ. നല്ല ഭംഗിയിൽ പൂക്കളും തരും, അതുപോലെ തന്നെ ഇതിന് നല്ല സ്മെല്ലും ആയിരിക്കും. നമുക്ക് മുറ്റത്തെ നല്ലൊരു ചട്ടിയിലൊക്കെ നട്ടു വെച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് വെട്ടി കുറ്റിയായിട്ട് നിർത്താൻ പറ്റും. ഇത് കണ്ടില്ലേ, നമ്മുടെ ചെറിയൊരു പ്ലാന്റിൽ തന്നെ എന്തോരം പൂക്കളാണ് വന്നേക്കുന്നതെന്ന്. അപ്പോൾ ഈ മരമുല്ല പ്ലാന്റ്
അത്രയ്ക്ക് ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. മരമുല്ല പ്ലാന്റിൻ്റെ ഈ ഫ്ലവേഴ്സ് കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല വെയിലത്ത് വെക്കേണ്ട ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ലപോലെ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ നന്നായി നനച്ചാൽ ഒരുപോലെ പൂക്കൾ തരും കേട്ടോ. അപ്പം മരമുല്ലേൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണേ. ഇനി അതുപോലെ തന്നെ ഒത്തിരി നല്ല ഗന്ധം തരുന്ന ഒരു പ്ലാന്റാണ് സ്റ്റെഫാനോട്ടിക്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ. നല്ല ഗന്ധമാണ്, അതുപോലെ തന്നെ കാണാനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണ്. മുല്ല വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റും കൂടിയാണ് ഈ സ്റ്റെഫാനോട്ടിക്സ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പൂക്കളായി തുടങ്ങിയതും അതുപോലെ തന്നെ പൂക്കളാകാനായ പ്ലാന്റ്സും ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിങ്ങനെ കൊല കുത്തി പൂക്കളായിട്ട് നിൽക്കും. ഒരുപാട് ദിവസം ഇതിൻ്റെ പൂക്കൾ കൊഴിയാതെ നിൽക്കുകയും ചെയ്യും കേട്ടോ. നല്ല ഗന്ധമായിരിക്കും. അതുകൂടാതെ നമുക്ക് ഒരു കമ്പി വളച്ചിട്ടൊക്കെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും. ഇതിന് റേറ്റ് നമുക്ക് വരുന്നത് 650 രൂപയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പം നമ്മുടെ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ലിലിയം പ്ലാന്റും കലാഞ്ചിയോ പ്ലാന്റും അതുപോലെ തന്നെ മണിമുല്ല, സ്റ്റെഫാനോട്ടിക്സും ക്രിയോഡൻഡ്രും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.